നേതാവ് തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ചാൽ ഞാനൊന്ന് ദേഷ്യപ്പെട്ടത്. നീ അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു. ശരി, അത് പോട്ടെ. ചെറുപ്പത്തിൽ പക്വതയില്ലാത്ത പ്രായത്തിൽ നീ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴേ ഇതെങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ശരിക്കും ഇപ്പോഴേ ഇതിൻ്റെ ഒരു ആഴം ഞാൻ മനസ്സിലാക്കുന്നത്. നിന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിയാ ഈ MLA സീറ്റ്. അത് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്നറിഞ്ഞ ഈ ഇലക്ഷനിൽ. തമാശ പറയാതെ രുദ്ര, നിന്നെ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്ന എല്ലാ മീഡിയാസും പറയുന്നത്. മാത്രമല്ല, ജയവും തോൽവിയും ഒക്കെ ജനങ്ങളെ തീരുമാനിക്കുന്ന, നമുക്കതിൽ റോളേ ഇല്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് രണ്ടുപേർക്കും ജനങ്ങൾക്കിടയിൽ 50% ചാൻസ് ഉള്ളത് സമ്മതിച്ചു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ കയ്യിൽ അധികാരവും പണവും ഉണ്ട്. ആവശ്യമില്ലാതെ നീ തോക്കണ്ടെന്ന് വെച്ചാ ഞാൻ പറഞ്ഞത്. പാർട്ടി എന്നെ വിശ്വസിച്ചാൽ നിർത്തിയിരിക്കുന്നത്. എന്തോന്നാലും എനിക്ക് ജയിച്ചേ പറ്റൂ, അത്ര തന്നെ. ഞാൻ വിട്ടുതരാനൊന്നും പോകുന്നില്ല. നിന്നോട് ഞാൻ അങ്ങനെ ചോദിച്ചോ? നീ ജയിക്കുന്ന വഴി നീ നോക്കിക്കോ, ഞാൻ ജയിക്കുന്ന വഴി ഞാൻ നോക്കിക്കോളാം. എന്നാൽ നമുക്കിടയിൽ രാഷ്ട്രീയം വേറെ, പേഴ്സണൽ വേറെ, രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അല്ല, എന്നെ തോൽപ്പിക്കാൻ മാത്രം നിന്റെ അടുത്ത് എന്താ ഉള്ളത്? സത്യമുണ്ട്. ഇപ്പൊ ആരാ കോമഡി പറയുന്നേ? രാഷ്ട്രീയത്തില് സത്യം. സത്യമുള്ള രാഷ്ട്രീയവും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. മെർക്കുറി ഫാക്ടറിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് എക്സ് മിനിസ്റ്റർ മാധവൻകുട്ടിയുടെ പേരിൽ ഭരണപക്ഷം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ അതിപ്പോ സത്യമല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ കേട്ടത് പരിപൂർണ്ണ സത്യം തന്നെയാണ്. സ്വന്തം പാർട്ടിക്കാർ ചെയ്ത തെറ്റ് ആദ്യമായിട്ട് തുറന്നു പറയുന്ന ആൾ നിങ്ങളായിരിക്കും. സമ്മതിക്ക് മാത്രമല്ല, അവിടുന്ന് മാറ്റാത്ത അവശിഷ്ടങ്ങൾ മാറ്റിയെന്നും പറഞ്ഞ് അദ്ദേഹം കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ചെയ്ത് ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണമെന്നും പറഞ്ഞ് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസിൻ്റെ FIRൻ്റെ കോപ്പി ചെയ്തു. ചിലപ്പോൾ തെറ്റ് ചെയ്യാത്തവർ ചുരുക്കമായിരിക്കാം. അങ്ങനെ ചെയ്യുന്നവരോട് നമ്മളെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ വിഷയം ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് സീറ്റ് നൽകി MLA ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ പാർട്ടിയുടെ വിശ്വാസ്യത നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ MLA ആയി ജയിച്ചു കഴിഞ്ഞാൽ ഫാക്ടറിയുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകുന്നു. ശരി വാസ. നോക്ക്, ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയാ അത് വലിയ നാണക്കേടായിരിക്കും. പിന്നെ അണികളെല്ലാം നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ജനങ്ങൾ കാർക്കിച്ചു തുപ്പോ ഇല്ലയോ? ഇപ്പൊ നീ തുപ്പൽ തെറിപ്പിക്കാതെ സംസാരിക്കോ. സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ തമാശ പറഞ്ഞോണ്ടിരിക്കുക. എങ്ങനെ ജയിക്കും എന്നുള്ള കാര്യം പറ. നോട്ടിന്റെ കെട്ട് പൊട്ടിച്ച് വിതറിയാ വോട്ട് കിട്ടും. നമ്മുടെ ഭാഗത്തെ കാൻഡിഡേറ്റ് വീക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്റെ സൈഡിൽ എന്ത് വീക്കെന്നാ പറയുന്നത്? ചേച്ചി ഡയറ്റിംഗിലായതുകൊണ്ടാണ് കുറച്ച് വീക്കായിട്ട് തോന്നുന്നത്. ഒന്നുമില്ലായിരിക്കും. പ്രതിപക്ഷത്തിന്റെ ഫാക്ടറി മാറ്റർ പുറത്തു കൊണ്ടുവന്ന് നമ്മൾ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞാനാ. എന്ത് സ്ട്രോങ് ആക്കിയെന്നാ തെളിവ് നിരത്തുമെന്ന് പറഞ്ഞത് നിങ്ങൾ. എന്നാൽ അത് കൊടി ചെയ്ത് അവന്റെ ആൾക്കാരെ തന്നെ അകത്താക്കി അവൻ പേര് വാങ്ങി. ഇതൊക്കെ നടന്നെങ്ങനെയാ? ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാം. എന്താന്ന് പറയാം. നിങ്ങളും ആ ചെറുക്കനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാ. എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ താൻ വിവരം പറയും. എന്ത് അടിസ്ഥാനത്തിലാണോ താനത് പറയുന്നത്? കുത്തി കുടല് മാല എടുക്കോ. എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ടോ? അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾ ഇരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മൾ ജയിക്കാനുള്ള മാർഗം പറയാൻ പറയുമ്പോ കോമഡി പറഞ്ഞോണ്ടിരിക്കും. ചേച്ചിയെ പറ്റി അല്ലടാ, അവൻ പറഞ്ഞ പോലെ തെളിവുണ്ടെങ്കിലേ കണ്ടുപിടിക്കട്ടാ. രാത്രി ഒരു പോസ്റ്റർ എഴുതി ഒട്ടിക്കേ. ചേട്ടാ, പോസ്റ്റർ ഒട്ടിച്ച് അതിന്റെ താഴെ നിങ്ങളുടെ ഒരു പേര് എഴുതി വെച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയാണെങ്കിലേ അതിനടുത്ത് നിന്റെ ഒരു ആദരാഞ്ജലി പോസ്റ്റർ ഒട്ടിച്ചേക്കാം. നീ ഒന്നും ഒരു കാലത്തിന് രക്ഷപ്പെടില്ലടാ. പോയി പശ ഉണ്ടാക്ക്. പോസ്റ്ററിൽ എന്നോടൊപ്പം നിൽക്കുന്ന ആ എതിർകക്ഷി സ്ഥാനാർത്ഥി കൊടിയെ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. സത്യം പറഞ്ഞാൽ അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. യോഗ്യതയില്ലാത്തൊരുത്തനോടൊപ്പം എന്റെ ഫോട്ടോ മോർഫ് ചെയ്തത്. ആ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അവര് രണ്ടുപേരും ഉടനെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ രാഷ്ട്രീയമേ. കുറച്ചിങ്ങതാ. ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. ഒന്ന് നേരിട്ട് കാണാൻ പോലും ഇത്രയധികം കഷ്ടപ്പാടാ. ഞാൻ ആരാന്ന് പോലും അറിയില്ല എന്ന് TV യിൽ പറയുമ്പോൾ അതൊരു നുണയാണെങ്കിലും അത് കേൾക്കുമ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു വേദന. എനിക്കിത്രയും വേദനിച്ചെങ്കിൽ ഇത് പറഞ്ഞ് നിനക്ക് എന്തുമാത്രം വേദന ഉണ്ടോ? ഉണ്ടായിരുന്നു. എന്നാ നീ ചെയ്തതിനേക്കാളും ഈ വേദനയൊന്നും വലുതല്ല. മനസ്സിലായില്ല? നീ ശരിക്കുള്ള രാഷ്ട്രീയക്കാരനായി എന്ന് പറഞ്ഞതാ. നമ്മളും പാർട്ടിയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ട് വോട്ടിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് മുമ്പെടുത്ത ഫോട്ടോ പോസ്റ്ററിലാക്കി നാട് മുഴുവൻ ഒട്ടിച്ചില്ലേ?
ഏയ്, ഞാനാണോ അങ്ങനെ ചെയ്തേ? തനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശക്തിയാണെന്ന് അറിയുമ്പോ പറഞ്ഞ വാക്കൊന്നും പാലിക്കാൻ പറ്റുന്നില്ല അല്ലേ? ജയിക്കാനായിട്ട് ഇത്ര തരം താഴെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം നീ. ആ ഫോട്ടോ 2 വർഷം മുമ്പ് നമ്മൾ കറങ്ങാൻ പോയപ്പെടുത്തത് നിനക്ക് ഓർമ്മയില്ല? അത് ഏതോരുത്തനും ഇപ്പൊ തപ്പിയെടുത്ത് റിലീസ് ചെയ്താ. അനാവശ്യമായിട്ട് വെറുതെ എന്നെ സംശയിക്കരുത്. നിനക്ക് MLA ആവാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരനെ അകത്താക്കിയവനല്ലേ? നിന്നെ സംശയിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അനാവശ്യം പറയുന്ന അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. എന്നെ പറ്റി നീ ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? വിവരമില്ലേ നിനക്ക്? നിന്നെയൊക്കെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളാണെങ്കിൽ ലേറ്റും. എന്താ ലേറ്റ് ആകുന്നെന്ന് നാട്ടിലൊട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ കണ്ടാ മനസ്സിലാവും. അതെ, ഞങ്ങൾ പരസ്പരം സ്നേഹത്തില. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പ്രശ്നം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാവില്ലെന്നോ? ലവേഴ്സ് രണ്ടുപേരും എതിർത്ത് മത്സരിച്ച നാട്ടുകാർ ആർ കോട്ട് ചെയ്യും? നാളെ MLA ഭാര്യയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങേരോട് പോവില്ലേ? ഭരണകക്ഷി ഇലക്ഷനിൽ തോറ്റ് നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്നോ? അതെ, പാർട്ടിക്കാരും പേഴ്സണൽക്കാരും എന്തിനാ ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്നത്? ഒരു കുടുംബത്തിലെ പല ആൾക്കാര് പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ലേ? ഭാര്യയും ഭർത്താവും എന്നുള്ളത് ഒരു പുതുമ തന്നെയാ. അതിന് ചേച്ചിയെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ കൂടി പുതിയ സ്ഥാനാർത്ഥി നിർത്തുമെന്നാണല്ലോ തോന്നുന്നത്. ഇത് നല്ല സ്റ്റേഷനാ. സ്ഥാനാർത്ഥി മാറിയ മണ്ഡലമെങ്കിലും നമുക്ക് കിട്ടും. ഇക്കണക്കിന് പോയാൽ അതും ബാക്കി ഉണ്ടാവില്ല. അതെന്തിനാ നിങ്ങൾ കട്ട് ചെയ്യുന്നത്? കൊടിയല്ലേ വിളിക്കുന്നത്? ഇവിടെ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. അങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് വാ. ചെല്ലേ. 10 പോസ്റ്റർ കണ്ടപ്പോ എല്ലാരും പേടിച്ചു പോയല്ലേ? ഞങ്ങളാരും പേടിച്ചിട്ടൊന്നുമില്ല. പാർട്ടിയാണോ പ്രേമമാണോ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. പറ്റില്ലെങ്കിൽ പാർട്ടി വിട്ട് നിങ്ങൾ പുറത്തു പോകണം. ആടോ. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിനക്കറിയാമല്ലോ. ഈ പാവവും സഹതാപവും നന്ദിയൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് നോക്കാൻ പറ്റില്ല. നേതാവേ, ഞാൻ എന്തായാലും ജയിക്കും. അങ്ങനെ നീ മാത്രം പറഞ്ഞാൽ പോരാ മോളെ. ഇന്റലിജൻസും പറയണ്ടേ? അവർ തന്നിരിക്കുന്ന റിപ്പോർട്ട് നിനക്കെതിരാ. ഇതുവരെ നീ എന്തു ചെയ്യുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നിന്റെ ഭാവിയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 2 ദിവസം ഞാൻ സമയം തരാം. അതിനുള്ളിൽ നീ എല്ലാം നിന്റെ അനുകൂലമാക്കി മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എനിക്ക് മാറ്റേണ്ടി വരും. ആക്സിഡന്റ് ആയിട്ട് അകത്ത് കിടക്കുക. അപ്പോഴും മറ്റേ മോന്റെ ഭക്ഷണ കാര്യത്തിൽ അമ്മയ്ക്ക് ശ്രദ്ധ. ഹലോ, നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ വേഗം ഫയലോട്ട് വാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിറയെ പ്രശ്നങ്ങളാ. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. നീ ഒന്ന് വാ. അമ്മ, അച്ഛൻ മരിച്ചത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ടെന്ന് അമ്മ വിശ്വസിക്കുന്നത്. എന്നാൽ എന്റെ വിശ്വാസം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി അച്ഛൻ ജീവൻ വെടിഞ്ഞെന്ന. എനിക്ക് അമ്മയെക്കാളും വലുതായിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാനൊരു ഇതിരെയും കല്യാണം കഴിക്കാൻ പോവാ. അമ്മ വേണം അവളുടെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കാൻ.